ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, എനിവേ ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. അതുകൊണ്ട് നമ്മൾ റിയൽ അക്കൗണ്ടിലല്ല ട്രേഡ് ചെയ്യുന്നത്, ഡെമോയിലാണ്. എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അവയർനെസ് ട്രേഡിങ്ങിനെ കുറിച്ച്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗാംബ്ലിംഗ് ആണോ അതോ ഇത് ജസ്റ്റ് ഒരു ടെക്നിക്കൽസൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിൽ നിന്നും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ചെയ്യുന്ന ആൾക്കാർ, അതായത് ട്രേഡിങ് ഒരു പ്രൊഫഷണലായി എടുത്ത ആൾക്കാർക്ക് ടെക്നിക്കൽസൊക്കെ ഉപയോഗിച്ച് നമുക്ക് അവർ ലാഭം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് അവരുടെ മണി അവർ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് അവർക്ക് ലോസ് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ. ഒരു പക്ഷേ അവരെടുക്കുന്ന ട്രേഡുകൾ കൂടുതലും അവർ ലോസ് ആവുന്നുണ്ട്. അതായത് നഷ്ടപ്പെടുന്നുണ്ടാവും, അവർക്ക് ഫെയിൽ ആയിരിക്കുന്നുണ്ടാവും, ഫെയിൽഡ് ട്രേഡ് ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള വിൻ ചെയ്യുന്ന ട്രേഡുകളിൽ അവർ ബാക്കിയുള്ള എമൗണ്ട്സ് റിക്കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു എക്സ്പീരിയൻഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ടോസ് ചെയ്തിട്ട് ജസ്റ്റ് ടോസ് ചെയ്യില്ലേ, അതായത് നമുക്കിപ്പോൾ കോയിൻ ഉപയോഗിച്ചിട്ടല്ല, അതിൻ്റെ പകരം നമുക്കൊരു സൈറ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് random.org. അപ്പോൾ ആ സൈറ്റിൽ നമ്മൾ പോയിട്ട് ടോസ് ചെയ്യും. ടോസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ട്രേഡ് എടുക്കാൻ പോകണം. അതായത് ഇതിലിപ്പോൾ 1, 2 ഇപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ, അതായത് 2 ആണ് വരുന്നതെങ്കിൽ താഴേക്കും 1 ആണ് വരുന്നതെങ്കിൽ മുകളിലേക്കുമാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഇതിൽ യാതൊരു ടെക്നിക്കൽസും നമ്മൾ ഉപയോഗിക്കുന്നില്ല, മറ്റുള്ളൊന്നും നോക്കുന്നില്ല. എങ്ങനെയായിരിക്കും ആ ട്രേഡ്സ് പെർഫോം ചെയ്യുക എന്നാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രേഡ് നോക്കാം. 2 താഴേക്ക്, 1 മുകളിലേക്ക്, 2 താഴേക്ക്, 2 താഴേക്ക്, 2 താഴേക്ക്, 1 മുകളിലേക്ക്, 2 താഴേക്ക്. ഓക്കെ, നമ്മൾ കുറച്ച് ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. എത്ര വിന്നാവും നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പ്യുവർ എക്സ്പീരിയൻഷ്യൽ വീഡിയോ ആണ്. ഇത് കണ്ട് ആരും ഇത് ഉപയോഗിച്ച് ട്രേഡ് എടുക്കരുത്. വലിയൊരു ഹ്യൂജ് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരെണ്ണം നമ്മൾ വിന്നായി. ഒരെണ്ണം ലോസായി. അടുത്തത് ലോസായി. ഒരു വിന്ന് കിട്ടി. ഒരു വിന്ന് കൂടി കിട്ടി. ഒരു വിന്ന് കൂടി കിട്ടി. പിന്നത്തെയും വിന്നായി. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എത്രയായിരുന്നു എമൗണ്ട്? 21 അതങ്ങോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ. അതെന്ന് വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് വേണ്ടല്ലേ. നമ്മൾ വിന്നായി, നമുക്കതിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടി. ഓക്കെ, ഹ്യൂജ് എമൗണ്ട് അല്ല, ഒരു $5 നമുക്ക് ലാഭം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ട്രേഡ് എടുക്കാം. സെയിം രീതിയിൽ നമുക്ക് അടുത്ത ട്രൈ ചെയ്യാം. എന്തായിരിക്കും റിസൾട്ട് എന്ന് നോക്കാം. ഇതൊരിക്കലും ആരും ട്രൈ ചെയ്ത് നോക്കരുത്. ഇതിൽ ലാഭം കണ്ടിട്ട് ഇതിൽ വലിയ ഹ്യൂജ് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയും ധാരാളമാണ്. കാരണം നമ്മൾ ടെക്നിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഒരു ടെക്നിക്കൽസ് ഉപയോഗിക്കാണ്ടാണ് ചെയ്യുന്നത്. 2 താഴേക്ക്, 2 താഴേക്ക്, 1 മുകളിലേക്ക്, 2 താഴേക്ക്, 2
ഉണ്ട് താഴേക്ക്. ഓക്കെ, ഈ ട്രേഡ്സ് എങ്ങനെ പെർഫോം ചെയ്യും നമുക്ക് നോക്കാം. ഇത് നമ്മളൊരു ടെക്നിക്കൽസ് ഉപയോഗിച്ചിട്ടില്ല ഇതിലൂടെ. ഓക്കെ, ഇതിൽ അടുത്തത് പിന്നായി. ഓക്കെ, അത് പിന്നെയും പിന്നായി, പിന്നെയും പിന്നായി. പിന്നെ അപ്പോൾ നമ്മുടെ ബാലൻസ് കണ്ടോ, 29 ഓക്കെ, ഇനി നമുക്ക് ട്രേഡ് എടുത്ത് നോക്കാം. ഇതൊരു ഫണ്ണി വീഡിയോ ആയിട്ട് എല്ലാവരും കണ്ടാൽ മതി. ആരും ഒരാൾ ഇത് കാണുന്ന ഒരാൾ ഇത് അനുകരിക്കരുത്. ഇത് അനുകരിക്കാം, റിയൽ മണി എടുത്ത് ഒരിക്കലും ചെയ്യരുത്. സോറി, ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഹ്യൂജ് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയുന്നത് ഇതൊരു ക്യാഷ് വെച്ചിട്ടുള്ളൊരു കളി ആയതുകൊണ്ട്. ഓക്കെ, രണ്ട് താഴേക്ക്, രണ്ട് താഴേക്ക്, ഒന്ന് മുകളിലേക്ക്, ഒന്ന് മുകളിലേക്ക്. ഓക്കെ, ഇതെങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ടോട്ടൽ എത്ര ട്രേഡ് എടുത്തിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ട്രേഡ് എടുത്തിട്ടുണ്ട്. 1 ലോസായി. ഓക്കെ, ഒരു വിന്നായി, പിന്നെയും ലോസായി, പിന്നെയും വിന്നായി, പിന്നെയും വിന്നായി, അത് പോയി. പിന്നാനുള്ള സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അത് പോയി. ഓക്കെ, നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ലെസ്സി അടുത്ത ട്രേഡ് നോക്കാം. 1 അപ്പ്, നെക്സ്റ്റ് 2 ഡൗൺ, പിന്നെയും ഡൗൺ, പിന്നെ അപ്പ്, പിന്നെ അപ്പ്, പിന്നെയും അപ്പ്, പിന്നെയും ഡൗൺ. ഇതെങ്ങനെ പെർഫോം ചെയ്യാൻ നോക്കാം. സ്റ്റിൽ പ്രോഫിറ്റിലാണ് നമ്മൾ, പക്ഷേ ചെറിയ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ട്രൈ നടത്തി നോക്കാം. അടുത്ത ട്രൈ ജനറേറ്റ് 2 താഴേക്ക്,
അടുത്തത് അപ്പ്, അടുത്തത് താഴേക്ക്, അടുത്തത് ഡൗൺ, അടുത്തത് ഡൗൺ, അടുത്തത് ഡൗൺ, അടുത്തത് അപ്പ്, അടുത്തത് ഡൗൺ. ഓക്കെ, എത്ര ട്രേഡ് വിന്നാവും നോക്കാം. ഇതാരും അനുകരിക്കരുത്. ഓക്കെ, റിയൽ ട്രേഡിൽ വലിയൊരു ഹ്യൂജ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും ഇത് അനുകരിക്കരുത്. ജസ്റ്റ് ഫോർ എ ഫൺ എടുക്കുക, ഫണ്ണായിട്ട് എടുക്കുക ഈ വീഡിയോ എല്ലാവരും. ഓക്കെ, നമ്മൾ പിന്നെയും വിന്നാവുന്നുണ്ട്. ഓക്കെ, പിന്നെ ചെറിയ പ്രോഫിറ്റിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കൊരു അവയർനെസ് തരുന്നതാണ്. ട്രേഡിങ് ഒരു ഗാംബ്ലിംഗ് പോലെ തന്നെയാണ്. അതിലിപ്പോൾ ടെക്നിക്കൽസ് മാത്രം ഉപയോഗിച്ചിട്ടല്ല വിൻ ചെയ്യുക എന്നുള്ളത്, ലക്കും കൂടി വേണം. അപ്പോൾ അത് ലക്ക് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ട്രേഡിങ്ങിൽ നമുക്ക് ലാഭം കിട്ടുന്നതിൽ. അപ്പോൾ അതുള്ളൊരു വലിയൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ടോസ് ഇട്ടിട്ട് എടുത്ത ട്രേഡ്സാണ്, സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയുക, ഒരു പക്ഷെ നമ്മൾ റിയലായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടാൻ യാതൊരു സാധ്യതയില്ല എത്രയും പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒരു ചെറിയ അവയർനെസ് ഇങ്ങനെയും ചെയ്യാം നമുക്ക്. ഇതും ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇതൊരു ലക്കിൻ്റെ ബേസിസിലാണ് കൂടുതൽ ട്രേഡ്സ് നടക്കുന്നത്, പ്രത്യേകിച്ച് ബൈനറിയിൽ, പ്രത്യേകിച്ച് OTC മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ എവരിവൺ, പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വേറെ ദിവസം വരാം. നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ അധികം ആൾക്കാരൊന്നും ജോയിൻ ചെയ്തിട്ടുള്ള ഇത് വരും. ജോയിൻ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട്. നമുക്കൊരു ചെറിയൊരു ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ, കുറച്ച് ആളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫ്രീ സിഗ്നൽസ് എല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സിഗ്നൽസ് ഒരിക്കലും എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് സിഗ്നൽസ് അല്ല. ഇൻസ്റ്റൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സിഗ്നൽസിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ പെട്ടെന്ന് ഡൗൺ എന്ന് പറയുന്ന സിഗ്നൽസ് ആയിരിക്കില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ആ രീതിയിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും. അതായത് നമുക്ക് സിഗ്നൽ തരുമ്പോൾ നിങ്ങൾക്ക് അത് വെയിറ്റ് ചെയ്ത് ഞാൻ ട്രേഡ് എടുക്കുന്ന എപ്പോഴാണോ അതേപോലെ തന്നെ ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അതിൻ്റെ കൂടെ കിട്ടും. എനിവേ, നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പോക്കറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഇതേ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു $50 നിങ്ങളുടെ മിനിമം ഡെപ്പോസിറ്റ് എങ്കിൽ നിങ്ങൾക്കൊരു $25 അഡീഷണൽ ബോണസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇതിൽ മറ്റുള്ള മണി വേറെ ക്യാഷ് ഒന്നും ഇൻവോൾവ്ഡ് അല്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ടുള്ളവർക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്, നമ്മുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, എവരിവൺ ബൈ. എല്ലാവർക്കും ഒരു നല്ലൊരു വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. അപ്പോൾ ശരി ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ താഴെ കമൻറ്റ് കാണുന്നവർ കമൻ്റ് ഇടാൻ ട്രൈ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കൂടുതൽ വീഡിയോസ് ഇതേപോലത്തെ കണ്ടൻസൊക്കെ ഇടാനുള്ളൊരു പ്രോത്സാഹനമാണ്. ഇതിൽ ഒരുപാട് ഇതിനുള്ള ചീറ്റിങ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇതൊരു ചീറ്റിംഗ് ആണ് OTC മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക് പല വീഡിയോകളിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കുള്ള കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ചീറ്റിംഗ് ഇതിനുള്ള ചീറ്റിംഗ് നമ്മൾ അറിയുമ്പോഴല്ലേ അതിനുള്ളിൽ നമുക്ക് ട്രേഡ് ചെയ്യണോ വേണ്ടേ, അത് മാത്രമല്ല ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയാസൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, എനിവേ ബൈ ഫ്രണ്ട്സ്. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, ചെറുതെന്ന് പറഞ്ഞാൽ